തൊഴിൽ മേഖലയിൽ കന്നഡിഗർ അല്ലാത്തവരോട് വിവേചന നിലപാട് സ്വീകരിക്കുകയാണ് കർണാടക സർക്കാർ ചെയ്യുന്നതെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനും എൻഡിഎ സംസ്ഥാന ചെയർമാനുമായ കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കർണാടകക്കാർക്ക് പ്രത്യേക തൊഴിൽ സംവരണം കൊണ്ടുവന്നത്. അന്യസംസ്ഥാനക്കാരെ ആട്ടിയോടിക്കാനുള്ള മണ്ണിന്റെ മക്കൾ വാദമാണ് കോൺഗ്രസ് സർക്കാർ ഉയർത്തുന്നതെന്നും നേതാവ് തുറന്നടിച്ചു. 30 ലക്ഷം മലയാളികളെ ഈ നിയമം ബാധിക്കും. ശക്തമായ എതിർപ്പുയർന്നതുകൊണ്ടാണ് സർക്കാർ താൽക്കാലികമായി ഈ നിയമം മരവിപ്പിച്ചത്. കെ.സി. വേണുഗോപാലിനെ പോലെയുള്ളവരാണ് അവിടുത്തെ കോൺഗ്രസിന്റെ ചുമതലയുള്ളവർ. സംസ്ഥാനത്തെ 2 മുന്നണികളും ഇതിനോട് പ്രതികരിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടണം. LDF എന്താണ് പ്രതികരിക്കാത്തത്? കർണാടക സർക്കാരിന്റെ ഈ തെറ്റായ നടപടിക്ക് എതിരായി ശക്തമായ പ്രചരണവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ബിൽ മരവിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കന്നഡികർക്ക് സ്വകാര്യ മേഖലയിലെ ജോലിയിൽ സംവരണം നൽകുന്നതിനുള്ള ബില്ലായിരുന്നു ഇത്. IT മേഖലയിൽ നിന്നടക്കം വ്യാപക എതിർപ്പ് ഈ ബില്ലിനെതിരെ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ബില്ല് മരവിപ്പിച്ചത്. നേരത്തെ സിദ്ധരാമയ്യ ഈ വിഷയത്തിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. ചർച്ചകളില്ലാതെ ഈ ബില്ല് പാസാക്കില്ലെന്നും സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ചയാണ് ഈ ബില്ലിന് അനുമതി ലഭിച്ചത്. എന്നാൽ സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തെ പ്രമുഖ കമ്പനികളെല്ലാം എതിർക്കുകയായിരുന്നു. മാനേജ്മെന്റ് ഇതര ജോലികളിലേക്ക് 70%, മാനേജ്മെന്റ് തല ജോലികളിലേക്ക് 50% കന്നഡിഗരെ നിയമിക്കണമെന്നാണ് ബില്ലിൽ നിർബന്ധമാക്കാനിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് സംവരണ കോട്ട പ്രഖ്യാപിച്ചത്. കർണാടകയിൽ എല്ലാ കന്നഡിഗർക്കും സുഖകരമായ ജീവിതം ഉറപ്പാക്കാൻ തന്റെ കന്നഡ അനുകൂല സർക്കാർ ശ്രമിക്കുമെന്നും ജോലിയില്ലാത്തതുകൊണ്ട് ആരും ബുദ്ധിമുട്ടില്ലെന്നുമായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത്. അതേസമയം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനോട് കർണാടക സർക്കാർ കാണിച്ച നെറികേടിനെതിരെയും സുരേന്ദ്രൻ തുറന്നടിക്കുകയുണ്ടായി. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ കർണാടക സർക്കാർ നീതിപൂർവമായല്ല പെരുമാറുന്നത്. കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മണ്ണിനടിയിൽ പെട്ടുപോയ വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും സംരക്ഷിക്കാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും അവർ എടുത്തില്ല. കർണാടക പോലീസിന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ കർണാടകയിലെ ഫയർഫോഴ്സ് തയ്യാറായില്ല. കർണാടകയിലെ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇടപെട്ടില്ല. ഇപ്പോൾ ഈ 4ാമത്തെ ദിവസമാണ് അവർ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ചില കാര്യങ്ങൾ സുരേന്ദ്രൻ പറയുകയുണ്ടായി. വിശ്വാസയോഗ്യമായ 3ാം ബദലിന് കേരളത്തിൽ കളം ഒരുങ്ങിക്കഴിഞ്ഞെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LDFും UDFും അല്ലാത്ത ഒരു ബദലിന് കേരളം വോട്ട് ചെയ്തു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ജനം കേട്ടു. NDA പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. ഉപതിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് മുന്നണി പ്രവർത്തിക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ഇതിനിടയിൽ ചില ഓർമ്മപ്പെടുത്തലുകളും നേതാവ് നടത്തി. SNDPക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കുമെതിരെ CPM ഭീഷണി തുടരുകയാണെന്നും ഇത് വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ലെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. മുസ്ലിം വോട്ടിനു വേണ്ടി നിലവാരമില്ലാത്ത ഇടപെടലാണ് CPMും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ക്രൈസ്തവ സംഘടനകളെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനെതിരായി ശക്തമായ ഐക്യനിര കെട്ടിപ്പടുക്കും. NDA മുന്നണിക്ക് പിന്തുണ നൽകുന്നതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല. ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം പ്രകടമാണ്. 2016 വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയും BDJSന്റെ രൂപീകരണവും അതിന് തുടക്കം കുറിച്ചു. വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും സുരേന്ദ്രൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്.